ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു രാത്രികാല ടെസ്റ്റിൻ്റെ റിവ്യൂ ആണ് ചെയ്യുന്നത്. നമുക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ, അതായത് ഈ കാണുന്ന ഗേറ്റിൽ നിന്നായിരിക്കും നമ്മുടെ ടെസ്റ്റ് വാഹനം വെളിയിലോട്ട് ഇറങ്ങുന്നത്. സോ ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലോട്ട് തിരിയുകയാണെങ്കിൽ വാഹനം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ ശ്രദ്ധിക്കുക, ബോർഡുകൾ മെയിനാണ്. ഹമ്പിൻ്റെ ബോർഡ് വരും. അതുപോലെ തന്നെ ഇവിടെ റൈറ്റിലേക്ക് ഒരു പ്രൈവറ്റ് എൻട്രി ഉണ്ട്. സോ അവിടെ നമ്മൾ പ്രൈവറ്റ് എൻട്രിയാണ്, അങ്ങോട്ട് കയറാൻ പാടില്ല, മുന്നേ ബോർഡ് വെച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് റോഡിൽ കാണാൻ പറ്റും ഒരുപാട് വാഹനങ്ങൾ ചിലപ്പോൾ റോഡിൽ നിർത്തിയിടാൻ സാധ്യതയുണ്ട്. വാഹനത്തിൻ്റെ സൈഡിൽ നിന്ന് ആളുകൾ റോഡിലോട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിങ്ങൾ സൂക്ഷിച്ച് ഓടിക്കണം. അതുപോലെ തന്നെ പെഡസ്ട്രിയൻസ് വരുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കണ്ടോ, വാഹനം ക്രോസ് ആയിട്ട് പാർക്ക് ചെയ്യുക, അതല്ലെങ്കിൽ റോങ് ആയിട്ട് നിർത്തിയിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റോഡിൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് ഇവിടെ സംഭവിക്കാം. അപ്പോൾ അതിനുള്ള ഒരു പ്രിക്കോഷൻ എടുത്തു വേണം നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട്. സോ ഇതിൽ നമ്മൾ മുന്നോട്ട് വന്നിട്ട് ഇനി ഈ റോഡ്, ഇവിടെ നമുക്കൊരു ബോർഡുണ്ട്, ലെഫ്റ്റ് ടേൺ ഇല്ല. അവിടെ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് ടേൺ ഇല്ല. ഈ റൈറ്റ് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇവിടെ സ്റ്റോപ്പ് ലൈനുണ്ട്, നിർത്തുക, ലെഫ്റ്റ് സൈഡ് നോക്കുക, എന്നിട്ട് മൂവ് ചെയ്യുക, വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. മുന്നോട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഒരു റൗണ്ട് ബോട്ടാണ് വരുന്നത്. റൗണ്ട് ബോട്ടിന് മുമ്പ് പെഡസ്ട്രിയൻ ഉണ്ട്. പെഡസ്ട്രിയനിൽ നിങ്ങൾ സൈഡിൽ ബോർഡ് ഉണ്ട്, റൗണ്ട് ബോട്ടിന്റെ ബോർഡുണ്ട്. ഈ ബോർഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക. ഈ റൗണ്ട് ബോട്ടിൽ പ്രിയോറിറ്റി ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ കൊടുക്കുക. വാഹനം ഉണ്ടെങ്കിൽ നമ്മൾ സ്ലോ ചെയ്തിട്ട് ഇറങ്ങാവൂ. ഇവിടെ ഞാൻ യു ടേൺ അടിക്കുകയാണ്. യു ടേൺ അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള സിംഗിൾ ലൈനുള്ള റൗണ്ട് ബോട്ടാണ്. അപ്പം ലൈൻ കീപ്പ് ചെയ്യുക, എന്നിട്ട് റൈറ്റ് എക്സിറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എക്സിറ്റ് ചെയ്യുക. ഉടനെ പെഡസ്ട്രിയൻ ഉണ്ട്. അപ്പോൾ ആ പെഡസ്ട്രിയനിലും നമ്മൾ ആളുകൾ ആ പെഡസ്ട്രിയൻ്റെ സൈഡിൽ എവിടെയെങ്കിലും നിൽക്കുന്നെങ്കിൽ പോലും നമ്മൾ അവരെ ശ്രദ്ധിക്കുക. അവർ നോക്കുന്നില്ലെങ്കിൽ ഒരു ഹോൺ അടിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മുന്നോട്ട് പോവുക. കണ്ടോ, വാഹനം ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളും സെൻട്രൽ മിറർ നോക്കി, ബാക്കിലെ വണ്ടി നോക്കി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. വേണമെങ്കിൽ നമ്മൾ ഹസാർഡ് ലൈറ്റ് ഇടുക. അപ്പോൾ വാഹനം പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് പോവുക. പെഡസ്ട്രിയൻസ് ഒരുപാട് ഈ റോഡിലുണ്ട്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ റോഡ് ടെസ്റ്റിൽ പെഡസ്ട്രിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ ചെന്ന് ഇറങ്ങുന്നത് ഒരു 60 കിലോമീറ്ററിൻ്റെ റോഡാണ്. സോ 60 കിലോമീറ്ററിൻ്റെ റോഡിൽ നമ്മൾ മെർജ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കണം. പെഡസ്ട്രിയൻ അവിടെ പാസ് ചെയ്ത് പോയി. ഇപ്പം വാഹനം നിർത്തി നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെ നിന്ന് നമ്മൾ ഗീവ് വേ ആ ലൈനിൽ നിന്നുകൊണ്ട് നമ്മൾ മെർജിങ് ലൈനിൽ നിന്നുകൊണ്ട് നമ്മൾ റോഡിലോട്ട് മെർജ് ചെയ്യണം. മെർജ് ചെയ്യുമ്പോൾ ഈ മെയിൻ റോഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വെഹിക്കിൾ ഫ്ലോ അറിയാനും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ലൈൻ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ മെർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കറിയാം ഇതൊരു നൈറ്റ് വ്യൂ ആണ്. ലൈറ്റ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. റിഫ്ലക്റ്റീവ് റോഡ് മാർക്കിങ്സും അതുപോലെ തന്നെ റിഫ്ലക്റ്റീവ് സൈൻസും നിങ്ങളെ അതിൽ നിന്ന് സഹായിക്കുന്നതായിരിക്കും. നല്ല റഷുള്ള സമയമാണ്. അപ്പം ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ചിലപ്പോൾ ഇവിടെയും ലൈൻ ചേഞ്ച് ചെയ്യിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ലൈൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അറിയാമല്ലോ, സെൻട്രൽ മിറർ, ഇൻഡിക്കേറ്റർ, ലെഫ്റ്റ് സൈഡ് മിറർ, ഷോൾഡർ, സെൻട്രൽ മിറർ, ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി വേണം നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്കൊരു സിഗ്നലാണ് വരുന്നത്. സിഗ്നൽ നമ്മൾ റൈറ്റ് ആണ് എടുക്കുന്നത്. ഒരു 80 കിലോമീറ്റർ സ്പീഡ് റോഡിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫ്രീ റൈറ്റ് ആണ്. സോ ഫ്രീ റൈറ്റിലോട്ട് പോകുമ്പോൾ എപ്പോഴും അവിടെ ഒരു പെഡസ്ട്രിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രീ റൈറ്റിലോട്ട് തിരിയുന്നതിന് മുന്നേ തന്നെ സിഗ്നലിൽ ഏത് റോഡിൽ നിന്നാണ് ട്രാഫിക് ഓപ്പൺ ആയിട്ടുള്ളതെന്നുള്ള എല്ലാം മനസ്സിലാക്കി നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 80 കിലോമീറ്റർ സ്പീഡുള്ള റോഡിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് മെർജ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഇവിടെ നമുക്കൊരു ലൈൻ ചെയ്താണ്ട് വാഹനം അവിടെ ആളിനെ ഇറക്കാനായിട്ട് അവർ റോങ് ആയിട്ട് കൊണ്ടുവന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് നമ്മൾ മെർജ് ചെയ്യുന്ന സമയത്ത് നോക്കുക, നല്ല റഷുള്ള സമയമാണ്, രാത്രി സമയമാണ്, വാഹനം ലൈറ്റ് ഇട്ട് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു ലൈൻ ചേഞ്ച് പറഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ നമ്മളെ ഈ മിറർ ചെക്ക് എല്ലാം ചെക്ക് ചെയ്ത് സേഫായിട്ട് ചേഞ്ച് ചെയ്തു. ഇനി അതുപോലെ തന്നെ റൈറ്റിലോട്ട് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമ്മുടെ റൈറ്റ് ടേൺ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. കാര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷാർജയുടെ ബ്രിഡ്ജ് വരും. അപ്പോൾ
അപ്പോൾ അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇവിടെ ഒരു റൈറ്റ് എടുക്കുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാനും മറ്റേ മിറർ ഷോൾഡർ ചെക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. റൈറ്റ് എടുത്ത് നമ്മൾ കയറി. ഇപ്പോൾ തസ്ജീലിൻ്റെ റോഡിലോട്ടാണ് കയറിയേക്കുന്നത്. ഇവിടെ ഈ ജംഗ്ഷൻ കുറച്ച് കൺജസ്റ്റഡ് ആണ്. ഈ പള്ളി നിൽക്കുന്ന ഈ ജംഗ്ഷൻ കുറച്ച് കൺജസ്റ്റഡ് ആണ്. അവിടെ ഒരു ടി ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വാഹനങ്ങൾ വരും, പെഡസ്ട്രിയൻ ഉണ്ടാവും, അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ നിന്നുള്ള റോഡുണ്ട്. സോ അതൊരു ജംഗ്ഷൻ പോലെ ആണ്. അപ്പോൾ ഇവിടെ വാഹനങ്ങൾ ഇങ്ങനെ കുറച്ച് റഷും കൂടുതലുണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾ പ്രത്യേകം കെയർ എടുത്ത് വേണം വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ടാണ് പോകുന്നത്. മുന്നോട്ട് പോയി അടുത്ത ഒരു റൗണ്ട് അബൌട്ടിനെ അപ്രോച്ച് ചെയ്യാനാണ്. അപ്പോൾ അടുത്തൊരു റൗണ്ട് അബൌട്ടിന് അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ റൈറ്റ് സൈഡിൽ കുറച്ച് പാർക്കിംഗ് ഉണ്ട്, ആംഗിൾ പാർക്കിംഗ് ഉണ്ട്. സോ ചില സാഹചര്യങ്ങളിൽ മിക്കവാറും ആംഗിൾ പാർക്കിംഗ് ഇവിടെ പാർക്കിംഗ് ഫ്രീ ആണെങ്കിൽ ഇവിടെ ആയിരിക്കും മിക്കവാറും ഈ പാർക്കിങ്ങുകളിലായിരിക്കും അവർ പാർക്കിംഗ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ പാർക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ല ഒരു 4 സൈഡിൽ ഒരേ ഗ്യാപ്പ് ഇട്ട് ഫ്രണ്ടിൽ കർബ് സ്റ്റോണിൽ ടച്ചാവാത്ത രീതിയിൽ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പെഡസ്ട്രിയൻ ഉണ്ട്. എപ്പോഴും റൗണ്ട് അബൌട്ടിന് മുന്നായിട്ടൊക്കെ ഇവിടെ പെഡസ്ട്രിയൻ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ റൗണ്ട് അബൌട്ടിൽ നമ്മൾ പ്രിയോറിറ്റി ലെഫ്റ്റ് സൈഡ് വരുന്ന വാഹനത്തിന് കൊടുക്കണം. ഇവിടെ നമ്മൾ ഇതും സിംഗിൾ റോഡ് റൗണ്ട് അബൌട്ടാണ്. ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോവുക. അപ്പം റൗണ്ട് അബൌട്ടിൽ വന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട്. അപ്പം റൗണ്ട് അബൌട്ടിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ലെഫ്റ്റ് സൈഡ് വാഹനത്തിന് പ്രിയോറിറ്റി. അതുപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇറങ്ങിയിട്ട് പിന്നെ എക്സിറ്റ് ആകുമ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് എക്സിറ്റ് ആവുക. സോ എന്നിട്ട് നമ്മളിപ്പോൾ ഈ അൽവാസൽ വില്ലേജിൻ്റെ ഉള്ളിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമുക്കറിയാം ഇവിടെ വാഹനങ്ങൾ വരുന്നു. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള 2 വേ റോഡുകളിലൊക്കെ എന്ന് പറയുന്നത് എതിർ വാഹനത്തിൻ്റെ ലൈറ്റ് നമ്മുടെ കണ്ണിലടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കെയർ ചെയ്യുക. ഇവിടെയും റൗണ്ട് അബൌട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ റൈറ്റാണ് പോകുന്നത്. ഈ അൽവാസൽ വില്ലേജ് ഏരിയ റെസിഡൻഷ്യൽ ഏരിയ ആണ്. 40 കിലോമീറ്ററിന് എബോവ് സ്പീഡ് എടുക്കാൻ പാടില്ല. ഒരുപാട് പെഡസ്ട്രിയൻസ് ഹമ്പും ഉണ്ട്. അവിടെയൊക്കെ കുട്ടികൾ ഒരുപാട് റൈറ്റ് സൈഡിൽ പാർക്കാണ്. അപ്പം കുറേ കുട്ടികളൊക്കെ ചിലപ്പം ഓടി വന്ന് നമുക്കൊരു ഹസാർഡാവാൻ സാധ്യതയുണ്ട്. അപ്പം ആ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ലപോലെ റോഡ് സ്കാൻ ചെയ്ത് ആരെങ്കിലും ക്രോസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടോ എല്ലാം നോക്കി വളരെ ശ്രദ്ധിച്ചു വേണം ഈ ഏരിയയിൽ നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട്. പെഡസ്ട്രിയൻസ് ഉണ്ട്, ഹമ്പുണ്ട്. അതുപോലെ പിന്നെ നൈറ്റ് ടൈമാണ്. അപ്പം നമ്മൾക്ക് ചിലപ്പോൾ ഈ വാഹനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു കുട്ടികളോ പാസഞ്ചേഴ്സൊക്കെ ക്രോസ് ചെയ്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കുക എന്നുള്ള ഹസാർഡ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ടെസ്റ്റിലെ വിജയം. സോ ഈ റോഡിൽ സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്, ഹസാർഡ്, പിന്നെ പെഡസ്ട്രിയൻ, അതുപോലെ തന്നെ റൗണ്ട് അബൌട്ട്. സോ ഈ കാര്യങ്ങളാണ് ഈ ഏരിയയിൽ. ഇവിടെ നമുക്ക് റൗണ്ട് അബൌട്ടാണ്. ലെഫ്റ്റ് സൈഡ് വാഹനത്തിന് പ്രിയോറിറ്റി. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുക. ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടാണ് നമ്മൾ ഇറങ്ങേണ്ടത്. എക്സിറ്റ് ആകുമ്പോൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ എക്സിറ്റ് ആവുക. സോ ഇതായിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ പെഡസ്ട്രിയനുണ്ട്. നമ്മുടെ മുന്നിലുള്ള വാഹനം കണ്ട നിങ്ങൾക്ക് അറിയാം. ഒരുപാട് പ്രധാനമായിട്ടും കുട്ടികളാണ് ഇവിടെ. ഈ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികളാണ് പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു കെയറാണ് നമ്മൾ എടുക്കേണ്ടത്. കണ്ട ലൈറ്റ് നമ്മുടെ കണ്ണിൽ നല്ല രീതിയിൽ ലൈറ്റ് അടിക്കുന്ന രീതിയിലാണ് ഓടിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡിം ബ്രൈറ്റ് അടിച്ചു കൊടുക്കാം. നമുക്ക് അത്രയും നമ്മളെ ബാധിക്കുന്ന ലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റും അടിച്ചു കൊടുക്കാം. സോ പ്രധാനമായിട്ടും ഇവിടെ ശ്രദ്ധിക്കാനുള്ള സ്പീഡ്, അതുപോലെ തന്നെ ഈ ഹസാർഡ്, പെഡസ്ട്രിയൻ ഹസാർഡ്, പിന്നെ ഹമ്പ്, റൗണ്ട് അബൌട്ട്, ഈ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി നമ്മൾ അൽവാസൽ വില്ലേജിന് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ റോഡ് മാർക്കിങ്ങും അതുപോലെ തന്നെ അവിടെ വെച്ചിരിക്കുന്ന സൈൻ ബോർഡുകളും എല്ലാം നമ്മൾ 1 by 1 ആയിട്ട് നമ്മളിപ്പോൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തായാലും ഈ സൈൻ ബോർഡുകൾ ഇതെല്ലാം നമ്മളൊന്ന് നോക്കി മനസ്സിലാക്കിയിരിക്കണം. പെഡസ്ട്രിയൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. പെഡസ്ട്രിയന് തീർച്ചയായിട്ടും നമ്മൾ നിർത്തുക. പെഡസ്ട്രിയൻ നിർത്തുമ്പോൾ അതിന് മുന്നേ ഇരിക്കുന്ന സ്റ്റോപ്പ് ലൈനിലേ നമ്മൾ നിർത്താവൂ. പെഡസ്ട്രിയൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്താൻ പാടില്ല. സോ ആ കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ റോഡ് നമുക്ക് തോന്നും ഒരു ഓപ്പൺ റോഡാണെന്ന്, പക്ഷേ ഇവിടെ 40 കിലോമീറ്റർ സ്പീഡാണ്. വളരെ ഓപ്പൺ ആയിട്ടുള്ള റോഡാണ്. അപ്പം നമ്മൾ സ്പീഡ് അങ്ങ് എടുക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഒരു ഇറക്കവും ഒരു കയറ്റവും വരുന്നുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് സ്പീഡ് കൂടും. പക്ഷേ ഈ ഏരിയയിൽ ഒരുപാട് ഫെയിൽ വരുന്നുണ്ട്. ഇവിടെ 40 കിലോമീറ്ററിൻ്റെ റോഡാണ്. ഒരു 45-ന് താഴെ മാത്രമേ, അഥവാ 1-2 പോയിന്റ് കൂടിയാലും 45-ന് താഴെ മാത്രമേ നിർത്താവൂ. നിങ്ങൾ ഒരു കാരണവശാലും 45-ന് മുകളിൽ സ്പീഡ് എടുക്കരുത് ഈ റോഡിൽ.
സോ അങ്ങനെ എടുത്താൽ നമ്മൾ ഫെയിലാവും. അതുപോലെ തന്നെ എതിർന്ന് വരുന്ന വാഹനം ലൈറ്റ് യൂസ് ചെയ്യുന്നു, അപ്പോൾ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഡിം അടിക്കാനും ബ്രൈറ്റ് ആക്കാനും ഒക്കെ നിങ്ങൾക്ക് ഈ രാത്രി ടെസ്റ്റുകൾ എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇനി നമ്മളിപ്പോൾ ഒരു റൗണ്ട് കറങ്ങി വന്ന് നമ്മൾ സ്കൂളിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ ടെസ്റ്റ് അവസാനിച്ച പോലെ നമ്മൾ അപ്പുറത്തെ ഗേറ്റിൽ നിന്ന് നമ്മൾ എക്സിറ്റായി ഇവിടെ നമ്മൾ എൻ്റർ ആവുകയാണ്. എൻ്റർ ആകുമ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് ട്രെയിനിങ് വണ്ടികളുണ്ടാവും. അതുപോലെ ഈ റോഡ് 25 കിലോമീറ്ററേ ഉള്ളൂ. ഈ ഇതിനകത്തുള്ള ഈ റോഡിൻ്റെ സ്പീഡ് 25 കിലോമീറ്റർ. അപ്പോൾ അവിടെ നമ്മൾ 25-ന് മുകളിൽ സ്പീഡ് എടുക്കാനേ പാടില്ല. അതുപോലെ തന്നെ ട്രെയിനിങ് വണ്ടികൾ ആ റോഡിലൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുക, പഠിക്കുന്ന ആളുകളാണ് ആ ട്രെയിനിങ് വാഹനങ്ങളിലുള്ളത്. അപ്പോൾ അത്രയും നമ്മൾ കെയർ എടുത്ത് നമ്മൾ ലൈൻ ഡിസിപ്ലിൻ ചെയ്ത് വേണം നമ്മളിവിടെ പോകാനായിട്ട്. ഇനി ഞാൻ ഇപ്പം നമ്മൾ സ്കൂളിലോട്ട് വന്നു കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ ആ എക്സിറ്റിലൂടെ നമ്മൾ ഇറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മളുടെ ഈ കാണാം പാർക്കിംഗ്. ആ പാർക്കിങ്ങിലായിരിക്കും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി ഇവിടെ നിന്ന് വന്നിട്ടാണ് ഈ ഗേറ്റിലൂടെയാണ് നമ്മൾ മിക്കവാറും എക്സിറ്റ് ആവുന്നത് ടെസ്റ്റ് സമയത്ത്. സോ എക്സിറ്റായി ഈ നേരത്തെ നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റായിട്ട് റൈറ്റിലോട്ട് പോകുന്നതാണ് ഞാൻ കാണിച്ചത്. ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് പോവുകയാണ്. ലെഫ്റ്റിലോട്ട് പോയി കഴിയുമ്പം ഡയറക്റ്റ്ലി നമ്മൾ ചെന്ന് 60 കിലോമീറ്റർ ആ മെയിൻ റോഡിലോട്ട് ഇറങ്ങുകയാണ്. 60 കിലോമീറ്ററിന് മെയിൻ റോഡിലോട്ട് ഡയറക്റ്റ് നമ്മൾ ഇറങ്ങുകയാണ്. സോ അവിടെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്റ്റോപ്പ് ലൈൻ കുറച്ച് മുന്നേ വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റോപ്പ് ലൈൻ നമ്മൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയി ഗീവ് വേയിൽ നിൽക്കരുത്. വേണ്ട, സ്റ്റോപ്പ് ലൈൻ, ആ സ്റ്റോപ്പ് ലൈൻ നമ്മൾ നിർത്തി നോക്കിയിട്ട് വേണം പോകാൻ. നിർത്തി നോക്കിയിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഫെയിലാവും. കാര്യം നിങ്ങൾ സ്റ്റോപ്പ് ലൈനിൽ നിർത്തിയില്ല എന്നുള്ളൊരു മിസ്റ്റേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ നല്ല റഷ് ടൈമാണ്. അപ്പം നിങ്ങൾ ആ സ്റ്റോപ്പ് ലൈനിൽ നിന്ന് ലെഫ്റ്റ് നോക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ ഫ്ലോ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ സേഫായിട്ട് നമ്മൾ സിഗ്നലായി നമ്മൾ ഈ റോഡിലോട്ട് മെർജായി. അപ്പോൾ അവിടെ നമ്മൾ മുന്നോട്ട് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്, വീണ്ടും ഞാൻ റൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. റൈറ്റിലോട്ട് ഇപ്പോൾ ആ മെയിൻ റോഡിൽ വന്നു. സോ അവിടെയൊക്കെ ലൈൻ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ സാധ്യത വളരെ കുറവാണ്. സിഗ്നൽ കഴിഞ്ഞ ഉടനെ റൈറ്റിലോട്ട് കയറി. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ആ റൗണ്ട് അബൌട്ടൊക്കെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് നിങ്ങൾ റൈറ്റിലോട്ട് കയറി നമ്മൾ നേരത്തെ വന്ന് ഇറങ്ങിയ ആ റോഡിലേക്കാണ് വരുന്നത്. ഈ നൈറ്റ് ടെസ്റ്റ് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത അൽക്കൂസ് ടെസ്റ്റ് ഏരിയ, എക്സലൻസിൻ്റെ അൽക്കൂസ് ടെസ്റ്റ് ഏരിയ പ്രതീക്ഷിക്കുക. നന്ദി, നമസ്കാരം.